ഒരു പൊളിറ്റിക്കലി നെറേറ്റീവ് അതിൻ്റെ പിന്നിലുണ്ട് നമുക്ക് പറയാതെ വയ്യ. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീകളെ അപ്രോച്ച് ചെയ്യുന്നത്. വുമൺ റിഫോമേഴ്സ് എന്ന് പറഞ്ഞ കുറേ ആളുകൾ എന്താണ്ട് രംഗത്തുണ്ട്. അവരൊക്കെ പറയുന്നത് എന്താ, അവരൊക്കെ ഒറ്റൊരു മതത്തെയാണ് ഫോക്കസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു 10,000 വേദികളിൽ നിന്ന് പ്രസംഗിക്കുന്നതിനേക്കാളും ഇമ്പാക്റ്റ് എന്താണ്, ഒരു 2.5 മണിക്കൂറുള്ള ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു സിനിമക്ക് അതിനേക്കാളും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. കേരളത്തിലൊക്കെ ഇപ്പോൾ ഈ 2013 തട്ടത്തിമറിയത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയായിട്ട് ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ വന്നത്. അപ്പോൾ കേരളത്തിലുള്ള ഇന്റർകാസ്റ്റ് മാരേജിനുള്ള ഒരു പ്രൊമോഷനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇപ്പോൾ ഈ ഒരു കാലഘട്ടം മൊത്തത്തിൽ ഇന്ത്യ എന്നല്ല ലോകം മുഴുവൻ എന്താണ് ഫുള്ള് പ്രശ്നത്തിലാണല്ലേ. നമ്മൾ ഇന്ത്യനെ എടുത്ത് നോക്കിയാലും എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഈ ധർമ്മസ്ഥല ഇന്ത്യയിൽ അങ്ങനെ മൊത്തത്തിൽ കേരളത്തിൽ തന്നെ നമ്മള് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന വാർത്ത എന്ന് പറയുമ്പോൾ ഗോവിന്ദചാമിന്റെ ജയിൽ ചാട്ടം. അതുപോലെ അതൊരു പൊളിറ്റിക്കലി നെറേറ്റീവ് അതിന്റെ പിന്നിലുണ്ട് നമുക്ക് പറയാതെ വയ്യ. കാരണം ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രൊട്ടക്ഷനൊക്കെ ഉള്ളൊരു ജയിലാണ്, അല്ലെങ്കിൽ ഒരു സെല്ലാണെന്ന് അവകാശപ്പെടുന്ന 10ാം നമ്പർ സെല്ലിൽ തന്നെ ഒരു കൈയില്ലാത്ത ആളാണ് ചാടിപ്പോണത്. അതെ, അതൊക്കെ നമ്മള് നമുക്ക് അവിടുത്തെ ഒരു ജിയോഗ്രഫി നോക്കി മനസ്സിലാവും. അങ്ങനെ 3 മതില്, വലിയ മതിലിനെ ചുറ്റപ്പെട്ട സംഭവമാണ് ഈ ഒരു സെൻട്രൽ ജയിൽ എന്നുള്ളത്. അപ്പൊ അതിലെന്താ ഈ ഒരു കൈയില്ലാത്ത ഇതേ എന്താണ് ചാടി കിടക്കാനാണ് ഈ ജയിലിനൊക്കെ ഉള്ളത് എന്നുള്ളത്. പിന്നെ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഉള്ള ഒരു ജയിൽ ചാട്ടാണ് നടന്നിട്ടുള്ളത്. പിന്നെ കേരളം മൊത്തം നോക്കുന്ന ഒരു പ്രതി കൂടിയാണ് ഗോവിന്ദചാമി. കാരണം ഇത്രയും ബ്രൂട്ടലായിട്ട് കേരളത്തിന്റെ ഹിസ്റ്ററി തന്നെ ഇങ്ങനെ ഒരു വിക്ടിം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതി ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു അമ്മ കേരളത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ അത്രയും വലിയൊരു നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു ക്രിമിനലിനെ എങ്ങനെയാണ് കേരള പോലീസും അല്ലെങ്കിൽ കേരളത്തിലുള്ള സർക്കാരൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്, അത് ഇത്രയും ലാഘവത്തോടെയാണ് ഈ ന്യൂസ് പുറത്തു വരുന്നതും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ അതിനോട് നമ്മൾ എന്താവുക കൂട്ടിച്ചേർത്ത് വയ്ക്കണം ധർമ്മസ്ഥലം എന്നുള്ള ആ ഒരു സംഭവം ഇൻസിഡന്റ് എന്നുള്ളത്. അപ്പോൾ എന്താ അവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്, ഒരു സ്ത്രീയെ ഒരു പെണ്ണിനെ എന്താണ് ബലാത്സംഗം ചെയ്യാണ്. പക്ഷെ അവിടെ 400-ലേറെ അതും സ്കൂൾ കുട്ടികൾ മുതൽ വലിയ അമ്മമാര് വരെയുള്ള ഒരു സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ ബലാത്സംഗം ചെയ്യുന്നത്. നോർത്തിലേക്ക് പോയാൽ പൊതുവെ അവിടെ അവസ്ഥ കുറച്ച് വൾഗറാണ്. പക്ഷെ അതും എന്താ കുഴിച്ചു മൂടുക. അത് ഈ ഇത്രയും 400-ലധികം പേര് എന്തായിട്ട് കാണാതായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടിട്ട് ലോകം എന്തായില്ല. ഇന്ത്യ എന്ന് പുറത്തായിരുന്നു. ഇപ്പോൾ ഈ ഒരു ജൂലൈ 18-13 സമയത്ത് ആ ക്ലീനർ എന്തായപ്പോഴാണ് സത്യം വെളിപ്പെടുത്തിയപ്പോഴാണ്. പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള നമ്മുടെ ഒരു സോഷ്യൽ സർക്കംസ്റ്റൻസിൽ തന്നെ കൂടുതലായിട്ടും നമ്മളെ മീഡിയ ഹെഡ്ലൈൻസ് ആവട്ടെ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകളാവട്ടെ കൂടുതലും ബേസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വുമൺ അബ്യൂസ്മെന്റ് അല്ലെങ്കിൽ കൂടുതലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള സ്ത്രീത്വത്തെ അപമാനിക്കുക. കേരളത്തിലൊക്കെ കഴിഞ്ഞ കാലത്തായിട്ട് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീകളെ അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇസ്ലാം വുമൺ സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്നത്, ഇതുള്ളതൊക്കെ ശരിക്കും നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇവരിപ്പോൾ ഈ പുറത്തുള്ള ലിബറലിസ്റ്റ് ആയിക്കോട്ടെ അവരൊക്കെ വുമൺ എംപവർമെന്റ് അല്ലെങ്കിൽ വുമൺ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടെന്നല്ലാതെ ഒരു സ്ത്രീകളെ എങ്ങനെ സംരക്ഷിക്കാം, സ്ത്രീകളെ കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ സ്ത്രീകളുടെ ഒപ്പം എന്താകുന്നില്ല. ഈ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ആണ് കേരളത്തിലെ ഒന്നാമത്. ഈ സ്ത്രീകളുള്ള മെന്റാലിറ്റി ആണെങ്കിലും അവരുടെ ഒരു അൽഗോരിതം തന്നെ ചേഞ്ച് ചെയ്യുന്നത് ഈ വെസ്റ്റേണിലുള്ള കുറച്ച് ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ ഇസ്ലാമിനെ ഇത്ര ക്രൂരമായിട്ട് ചിത്രീകരിക്കുക, കാരണം ഇസ്ലാം എന്നുള്ള എന്താണ്, സ്ത്രീകൾക്ക് തീരെ പരിഗണന കൊടുക്കുന്നില്ല. ആ സംഭവമൊക്കെ വരുന്ന വെച്ചാൽ ഓറിയന്റലിസ്റ്റുകളാണ് കൊണ്ടുവരുന്നത്. അവര് പ്രധാനമായിട്ട് ഈ ലിബറലിസ്റ്റ് അല്ലെങ്കിൽ ഈ ലിബറലിസ്റ്റ് ആശയങ്ങൾ കേരളത്തിൽ കൂടുതലായിട്ട് ഡൊമിനേറ്റ് ചെയ്യുന്നൊരു അവസ്ഥ കേരളത്തിൽ ഇപ്പോൾ നിലവിലുണ്ട്. അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷനായിട്ടും ഒക്കെ തന്നെയാണ് കേരളത്തിൽ ഉണ്ടാവുന്ന ഭൂരിഭാഗം റവല്യൂഷണറി പ്രോജക്ട്സുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വുമൺ റിഫോമേഴ്സ് എന്ന് കുറേ ആളുകൾ എന്താണ്ട് രംഗത്തുണ്ട്. അവരൊക്കെ പറയുന്നത് എന്താ, അവരൊക്കെ ഒറ്റൊരു മതത്തെയാണ് ഫോക്കസ് ചെയ്യണത്. കേരളത്തിലുള്ള ഫെമിനിസ്റ്റുകൾ എല്ലാവരും ഒരേ ഫോക്കസ് ആണ് മതമാണ്. ഇസ്ലാമിനെ പ്രത്യേകമായിട്ട് എന്താവാണ്, എസ്പെഷ്യലി ഇസ്ലാമിനെ എന്താവുക ചിത്രീകരിക്കുക, ബ്രൂട്ടലായി ചിത്രീകരിക്കുക. ഇപ്പോൾ ഈ അടുത്ത് മുസ്ലിം ആയിട്ടുള്ള ഒരു അമേരിക്കൻ ഒരാളുണ്ട്. അപ്പം അദ്ദേഹം പറയേണ്ടത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ആദ്യം പർദ്ദയിട്ട സ്ത്രീകളെ അല്ലെങ്കിൽ ആരും കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് വഴി മാറി നടക്കുന്നതാണ്. അതായത് അവരുടെ അടുത്ത് നിന്ന് ബോംബ് ഉണ്ടാവും അല്ലെങ്കിൽ ഇവരെന്താണ് അങ്ങനെ തീവ്രവാദികൾ ചിത്രീകരിക്കപ്പെടുന്ന സംഭവമാണ്. ഇയാൾ പറയുന്നുണ്ട്, ഞാൻ ഇസ്ലാമിച്ച് പഠിച്ചതിന് ശേഷമാണ് എന്തായത് മനസ്സിലായത് ഇവരെന്ന് പറഞ്ഞാൽ ഇത്രക്ക് ഒരു കനിവായിട്ടുള്ള ആളുകളാണ്. കരുണ
മനസ്സിലായി കൈൻഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് പിന്നെയാണ് എന്തായത് മനസ്സിലായെന്ന് പറയണത്. ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ഇസ്ലാമിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ തന്നെ അതിനുള്ള ഉദാഹരണങ്ങളും അതിനുള്ള ഇസ്ലാമിൻ്റെ ഐഡിയോളജി എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലും ഇപ്പോൾ ഈ സിനിമ കേരളത്തിലുള്ള ജനങ്ങളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ള നമ്മൾ കേരളത്തിൽ മാത്രമാണ് മൊത്തത്തിൽ ഗ്ലോബലൈസേഷൻ എന്ന ഒരു സംഭവം ഈ ലോകത്ത് ഇപ്പോൾ നിലനിൽക്കുമ്പോൾ സിനിമ എന്നാണ് സംഭവം എന്താണ്ട് മൊത്തത്തിൽ എല്ലായിടത്തും അതിന് ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമയിലൂടെ സാധനം നമ്മൾ ഇട്ട് കൊടുത്താൽ എന്താവും ലോകത്ത് എല്ലായിടത്തും പറയും. ഈ അടുത്തായിട്ടുള്ള പുതിയ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു 10,000 വേദികളിൽ നിന്ന് പ്രസംഗിക്കുന്നതിനേക്കാളും ഇമ്പാക്റ്റ് എന്താണ് ഒരു 2.5 മണിക്കൂറുള്ള ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു സിനിമക്ക് അതിനേക്കാളും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഈ 2013 തട്ടത്തിമറിയത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയായിട്ട് ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ വന്നത്. അപ്പോൾ കേരളത്തിലുള്ള ഇന്റർ കാസ്റ്റ് മാരേജിനുള്ള ഒരു പ്രൊമോഷനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലുള്ള ചില റെവല്യൂഷണറി ഡയലോഗ്സ് ആണെങ്കിലും ഐഡിയാസ് ഇപ്പോൾ ഒരു ആയിഷ എന്ന് പറഞ്ഞ ഒരു മുസ്ലിമായിട്ടുള്ള ഒരു ഓർത്തഡോക്സിലി മുസ്ലിമായിട്ടുള്ള ഒരു കുടുംബത്തിൽപ്പെട്ടുള്ള ഒരു പെൺകുട്ടി എന്ത് ചെയ്യുക ഒരു നാരായിട്ടുള്ള വിനോദ് എന്ന് പറഞ്ഞൊരു ചെറുക്കനെ കല്യാണം കഴിക്കുന്ന അത് അത്രയും ഒരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു നോർമലായിട്ട് എന്ത് ചെയ്യുക ജനങ്ങളിലേക്ക് അങ്ങോട്ട് ഇൻജെക്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തൊരു സിനിമയാണ് ഈ തട്ടിമറത്തുന്ന സംഭവം. അതെ, എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് ഈ വിനീത് ശ്രീനിവാസൻ എന്നുള്ള ഡയറക്ടർ അല്ലെങ്കിൽ അദ്ദേഹത്തിലുള്ള റൈറ്റർ ഈ വെസ്റ്റേൺ ആശയങ്ങളെയും അതുപോലെ യൂറോപ്യൻ വാല്യൂസിനൊക്കെ കൃത്യമായിട്ട് കേരളത്തിലേക്ക് ഇങ്ങോട്ട് അഡാപ്റ്റ് ചെയ്ത് ഇൻജെക്ട് ചെയ്യാണ്. അത് കേരളത്തിലുള്ള ജനങ്ങളിലെ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു ഏരിയയിലൊക്കെ ഇല്ലാതെ യങ്സ്റ്റേഴ്സിനാണ് ബാധിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അതായത് കേരളത്തിൽ റൊമാൻസ് എന്ന സംഭവമാണ് അവിടെ പറയണത്. പിന്നീട് അങ്ങോട്ട് കേരളത്തിലുള്ള ഇന്റർ കാസ്റ്റ് മാരേജിനൊക്കെ ഉള്ള ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ അതിലുള്ള ഒരു ജസ്റ്റിഫിക്കേഷനാണ് ആ സിനിമ വരുന്നത്. അതിനുശേഷം പിന്നെ കേരളത്തിൽ ഈ ഇന്റർ കാസ്റ്റ് മാരേജ് ഒക്കെ അങ്ങോട്ട് കോമൺ ആവാണ്. ആദ്യമൊക്കെ ഇന്റർ കാസ്റ്റ് മാരേജിനെ എല്ലാം എതിർത്ത് സംഭവമാണ്. അപ്പോൾ ഇതൊരു സിനിമയിലൂടെ ഇങ്ങനത്തെ ഒരു റെസൊല്യൂഷനിലൂടെ ഇത് വേറെ രീതിയിൽ അങ്ങോട്ട് പോർട്രേ ചെയ്ത് ഒരു സ്റ്റോറിയൊക്കെ ആക്കി പറയുമ്പോൾ എന്ത് ചെയ്യുക ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് സിനിമന്റെ ഏറ്റവും വലിയൊരു ഗുണമാണ്. ഇതിപ്പോൾ ഈ കേരളത്തിലാണ് എന്താണ് ഇങ്ങനെ ഇന്റർ കാസ്റ്റ് മാരേജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതാക്കി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പുറത്ത് കുറച്ച് ഇന്ത്യയുടെ അങ്ങോട്ട് പോയി നോർത്ത് പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് മുസ്ലിംസ് എന്ന് പറയുന്ന വിഭാഗത്തെ വിഭാഗത്തിൽ നിന്നാണ് തീവ്രവാദികളെ ചിത്രീകരിക്കുക. അവർ ഫുള്ളി മറക്കപ്പെട്ടവരാണെന്നുള്ളതാണ്. അങ്ങനെ ഒരു ചിത്രീകരണം മുസ്ലിം സിനിമാസിനാണെങ്കിൽ ഒരു ലിസ്റ്റാക്കി നമുക്ക് എടുക്കാനുള്ളതാണ്. കാരണം എല്ലാ സിനിമകളിലും ഈ മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ മുസ്ലിമിന്റെ ഐഡിയോളജിനായിട്ടുള്ള ആശയ വ്യതിയാനങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഫുള്ള് എവിടെ തീവ്രവാദം ഉണ്ടോ അല്ലെങ്കിൽ എവിടെ എന്ത് പ്രശ്നമുണ്ടോ അതൊക്കെ ഈവൻ ഇപ്പോൾ ആനിമ എന്ന ഇൻഡസ്ട്രി ഉണ്ട്. ആ ഇൻഡസ്ട്രിയിൽ വരെ എന്താണുണ്ട് മുസ്ലിംസിനെ ഒരു തീവ്രവാദികളായിട്ടില്ല അവർ ഫുള്ള് ഒരു തഗ്ഗുകളാണെന്നതൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ള മെയിൻ പ്രശ്നമാണ് ഹിജാബ് നിരോധനമുള്ളത് അല്ലെ? കർണാടകയിലുള്ള ഹിജാബ് നിരോധനം. ഇപ്പോൾ ഒരു റീലൊക്കെ വൈറലായിരുന്നു. ഒരു മുക്സാൻ ഖാൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ആ കർണാടക കോളേജിലേക്ക് ആ ഒരു പ്രസ്തുത കോളേജിലേക്ക് ധൈര്യത്തോട് കൂടിയിട്ട് തന്റെ ആശയങ്ങൾ ഞാൻ എന്താവും ഇവിടെ കാണിക്കും തന്റെ ഐഡന്റിറ്റി ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് സംഭവമാണ്. എപ്പോഴാണ് വിട്ടിട്ട് പറയാനില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ വെസ്റ്റേൺ ആശയങ്ങൾ ഇവിടെ പേര് നടക്കുന്ന ആൾക്കാരുണ്ട്. നോർത്തിലൊക്കെ പ്രത്യേകിച്ച് ഈ ഹിജാബ് വിരോധത. ഇസ്ലാം അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദ ബ്ലാക്ക് ക്ലോത്ത് ഈസ് മീൻ ടു കവർ ഹെർ സാൻസിറ്റി നോട്ട് ടു സ്മോദർ ഹെർ ഡ്രീംസ് എന്ന് പറയല്ലേ. ഇപ്പോൾ കറുത്ത വസ്ത്രം കൊണ്ട് മൂടേണ്ടത് സ്ത്രീൻ്റെ വിശുദ്ധിയെയും ശരീരത്തെയാണ്, അല്ലാതെ അവരുടെ സ്വപ്നങ്ങളല്ല എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ ഇപ്പോൾ ഒരു എമിനി പൊളിറ്റീഷ്യൻ ഉണ്ട്. ഇപ്പോൾ തവക്കുൽ കർമ്മ എന്ന് പറഞ്ഞൊരു എമിനി പൊളിറ്റീഷ്യൻ. അപ്പോൾ അവരൊക്കെ വാദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർ പരിണിതമായിട്ട് പരിണാമം സിദ്ധിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ആദ്യം വസ്ത്രം ഒന്നും ഇല്ലാതെയായിരുന്നു ജീവിച്ചിരുന്നത്. പിന്നെ എന്ത് ചെയ്തു ഇലകൾ വെച്ച് അങ്ങനെ ഇപ്പോൾ ഡ്രസ്സിലേക്ക് എത്തി. ഒരു ചേഞ്ച് ആയിട്ടുള്ളൊരു പരിണാമമാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഇങ്ങനെ കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഏറ്റവും നന്നായിട്ട് സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമാവുന്ന ഒരു വസ്ത്രം എന്നുള്ളത് ഇപ്പോൾ പർദ്ദയാവുക എന്നുള്ള ഇതിലൊക്കെയാണ് അവരുടെ ഒരു സംസാരം. ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് മെയിനായിട്ട് എന്താണത് എതിര് വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്ട് ആയിഷ ബീവിയെ ഈ ഒരു 6-ാം വയസ്സിൽ കല്യാണം കഴിക്കുന്നുണ്ട്, പിന്നെ 9-ാം വയസ്സിൽ കൂട്ടിക്കൊണ്ടുണ്ട് എന്നുള്ളൊരു സംഭവമാണ്. എന്താണ് ഇത് പൊതുവെ സ്ത്രീ വിഷയത്തെ പറയുമ്പോൾ ഒരു കോൺട്രവേഴ്സി ആയിട്ട് മാറാവുന്ന അല്ലെങ്കിൽ മാറുന്ന ഒരു ചിത്രീകരിക്കുന്നത് ഒരു സബ്ജക്റ്റാണ് ആയിഷ ബീവി. എന്തുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ അന്നത്തെ അറേബ്യ സംസ്കാരം അതേപോലുള്ള അന്നത്തെ ഒരു
പശ്ചാത്തലമൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ആയിഷ ബീവിക്ക് പ്രവാചകന്റെ മുമ്പ് 2 കല്യാണാലോചനകൾ വരെ വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് അന്നത്തെ കാലത്ത് വലിയൊരു സംഭവം ഒന്നല്ല. അപ്പോൾ ഈ 6 വയസ്സുള്ള കുട്ടീനെ കല്യാണം കഴിക്കുക, അന്നത്തെ സംസ്കാരം എങ്ങനെയാണ്? അന്ന് സംസ്കാരം വേറെ നോക്കണം. അതിന് മുമ്പ് നബി വരുന്നതിന് മുമ്പ് എന്തായിരുന്നു, പെൺകുട്ടികളെ എന്താ ജീവനോട് ഒരു കാലത്ത് നിന്നാണ് പ്രവാചകൻ പെൺകുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കൊണ്ടുവെക്കുകയാണ് ഇസ്ലാം. അങ്ങനെ ഈ പ്രവാചകന് എന്തെങ്കിലും കരിവാരി തേക്കാനുള്ള അവസരങ്ങൾ കാത്തു നിൽക്കുന്ന ഇത്തരത്തിലുള്ള ലിബറൽ ഈ യൂറോപ്യൻ മൂല്യങ്ങളൊക്കെ ഓറിയന്റലിസ്റ്റുകളാണ് ഇതിനൊക്കെ ഒരു പ്രൊപ്പഗാൻഡിക് ക്യാമ്പയിനൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിൽ നിന്നുള്ള കുറച്ച് അറബി റിവായത്തുകൾ അറബി റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ട് ഇപ്പോൾ എന്നിപ്പോൾ എന്തെങ്കിലും ചെയ്തതെന്ന് ഒരു അറബി റിപ്പോർട്ട് കണ്ടെത്തിയിട്ട് അവർ നേരെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്യുമ്പോൾ സംബന്ധിച്ച് എന്തായാലും ഈ അറബിയിൽ പറഞ്ഞ പോലെ ആവില്ല. അന്നിസാവർക്കും അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ആയിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആയത്തുള്ള ഹദീസുകളൊക്കെ. അതിനൊക്കെ എന്തൊരു പ്രശ്നമുള്ളത്. അതുപോലെ ഈ അടുത്ത് ഒരു ക്ലബ് എഫ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു സ്ത്രീ വന്നിട്ട് വല്ലാതെ ഇസ്ലാമിനെതിരായിട്ട് പറയുമ്പോൾ അത് ഈ ആയിഷ ബീവിനെ പ്രവാചകന് സരീദ് എന്ന് പറഞ്ഞ് ഉപമിച്ചു എന്ന് പറയുന്നുണ്ട്. സരീദ് എന്ന് പറഞ്ഞാൽ അറബിയിലുള്ള നല്ലൊരു ഡിഷാണ്. പക്ഷെ അതിനെ കൂടി ഒരു നെഗറ്റീവ് എഫക്റ്റിൽ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ നോക്കി കാണുക, അങ്ങനെ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് ആക്കുക എന്നുള്ളൊരു ഇസ്ലാമിനെ അങ്ങനെയാണ് ഒരു ജഡ്ജ് ചെയ്തിരിക്കുന്നത്. വ്യക്തമായിട്ട് ഇസ്ലാമിനെ പഠിക്കാത്ത ആളുകളെ ഞാൻ പറയുള്ളൂ. അതെ, ഈ റസൂലിനെ ഒരു ഹ്യൂമനൈസറായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം എന്ത് ചെയ്യുക, ഈ ആയിഷ ബീവിൻ്റെ ഒരു വിഷയത്തിൽ നമ്മൾ കൂടുതലായിട്ടും ഉള്ള ചർച്ചകളൊക്കെ പോവുക. ഈ പ്രായപൂർത്തിയാവാത്തൊരു ചെറിയ കുട്ടീനെ കല്യാണം കഴിച്ച് അപ്പം അത്രക്കൊരു സെക്സിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഹ്യൂമനൈസർ ആണെന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ചർച്ചകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ആശയങ്ങളൊക്കെ അവിടെ നിന്നാണ് പോകും. ഈ സാധനം കൊണ്ടുവരാന്ന് വെച്ചാൽ ഈ അറേബ്യയുടെ ബാക്ക്ഗ്രൗണ്ട് അവിടെ ഒക്കെ എന്ത് ചെയ്യുക, അതിൽ മോശമായിട്ടുള്ള വൾഗറായിട്ടുള്ള ഈ ട്രഡീഷൻസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കുട്ടികളെ ജനിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടേ കുഴിച്ചു പോകുന്ന ഒരവസ്ഥ. ഇപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കുറേശ്യകളൊക്കെ പ്രവാചകൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശം പ്രവാചകൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കുകയാണ്. അപ്പോൾ ഈ കുറേശ്യകളൊന്നും ഒരിക്കലും പറഞ്ഞില്ല ഇപ്പോൾ ഈ പ്രവാചകൻ ഈ ആയിഷ ബീവിനെ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു പ്രവാചകന്റെ ഒരു കുറവായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അന്നത്തെ ഒരു കോമൺ സംഭവമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അതൊന്നും ഇല്ലാതെ ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ മൊറാലിറ്റിൻ്റെ ഒരു ഹദ് ഒരു മെഷർമെന്റ് ഇപ്പോൾ മാറി. അപ്പോൾ നമുക്കതൊരു വൾഗറായിട്ട് അല്ലെങ്കിൽ ഒരു മോശം പ്രവൃത്തിയായിട്ട് തോന്നുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം. അല്ലാതെ അത്തരത്തിലുള്ള ചർച്ചയിലേക്ക് നമ്മൾ പോകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നീട് ആയിഷ ബീവിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ പ്രവാചകന് ഇങ്ങനെ ഒരു ഏർലി മാരേജ് ചെയ്ത കാരണം കൊണ്ട് ആയിഷ ബീവിൻ്റെ ജീവിതത്തിൽ ഒരു കുറവുകളും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇസ്ലാമിക് നോളജിൻ്റെ ഒക്കെ ഈ ഒരു കൈമാറ്റത്തിന്റെ മേജർ ആണുങ്ങളായ സഹായിമാർക്ക് ക്ലാസ് തുറക്കുമ്പോൾ അവിടെ അപ്പുറത്ത് ആയിഷ ബീവിയുടെ നേതൃത്വം എന്തായത് ഉമ്മാത്തുമിന്ന വിഭാഗമുണ്ട്. അതെ, അവരുടെ നേതൃത്വമാണ് എന്തായത് സ്ത്രീകൾക്ക് ക്ലാസ് തുറത്തിയെന്നുള്ളതാണ്. ഇസ്ലാമിക് നോളജിന്റെ ഒരു മേജർ പാർട്ടും ഈ ഹദീസ് ട്രാൻസ്മിഷനൊക്കെ നിർവഹിച്ചിരുന്ന ആയിഷ ബീവി തന്നെ. ആയിഷ ബീവി, അതായത് എത്രയോ ഹദീസിന്റെ എത്രയോ ഭാഗം ഫുൾ ആയിഷ ബീവിയുടെ കയ്യിൽ നിന്നാണ് പുറത്തൊക്കെ എത്തിയിട്ടുള്ളത്. നമ്മള് സ്ഥിരമായിട്ട് കേട്ടിരുന്നപ്പോ ആയിഷ ബീവിന്റെയും ഹദീജ ബീവിന്റെ ഒക്കെ ഉള്ള പ്രവാചകനുമായിട്ടുള്ള ആ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഹദീസുകളൊക്കെ നമുക്ക് കാണാം. അതേപോലെ മദീനയുടെ റാലി പോകുന്ന സമയത്ത് കവളോട് കവള് ചേർന്ന് റസൂലും ആയിഷ ബീവിയൊക്കെ നോക്കി നിൽക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള, അതൊന്നും ഇവര് കാണില്ല. ഇങ്ങനത്തെ ഇതൊന്ന് മാറ്റി നിർത്തിയിട്ട് ആയിഷ ബീവിനെ ഇപ്പൊ എന്തിനു കാട്ടിനെങ്കിൽ അത് മാത്രമേ അവിടെ പറയുള്ളൂ. ഇപ്പൊ നമ്മളെ കേരളത്തിൽ മൊത്തത്തില് വേൾഡിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുക, ഇപ്പൊ ഒരു പശ്ചാത്തലം. അപ്പൊ അതില് മൊത്തത്തില് ലിബറലിസം അല്ലെങ്കിൽ ഫെമിനിസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ സ്വരൂപമായിട്ട് കോമൺ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇതിനൊക്കെ വാഴ്ത്തിപ്പാടാനും ഒക്കെ കുറെ ഇൻഫ്ലുവൻസേഴ്സ്, സോഷ്യൽ മീഡിയ, വെസ്റ്റേൺ വാല്യൂസിന്റെ ഒരു ഡൊമിനേഷൻ തന്നെയാണ്. അത് മൊത്തത്തിൽ ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്നത് ഒരു കൊണ്ടുവന്ന സംഭവമാണ്. കോളനൈസ് സമയത്തൊക്കെ വന്നാണ് ഈ ലിബറലിസം എന്നുള്ളത്. പക്ഷേ രസകരമായ സംബന്ധിച്ചാൽ അവർ ഫുൾ എന്തായി, അധികം അവിടുന്ന് ലിബറലിസം എന്ന സംഭവം എന്തായി മാറി തുടങ്ങിയിട്ടുണ്ട്. അധിക രാജ്യങ്ങൾ എന്തായി മാറി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിപ്പോ കേരളത്തിലേക്ക് വല്ലാതെ അങ്ങോട്ട് അഡാപ്റ്റ് ആയിരിക്കും തന്നെ പറയേണ്ടി വരും. ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ലാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ അടുത്തൊരു പഠനം വന്നിട്ടുണ്ട്. അതായത് കേരളത്തിലുള്ള 50% ഭാര്യ ഭർത്താക്കന്മാർക്കും അവിഹിതങ്ങൾ ഉണ്ടെന്നുള്ളതാണ്, വേറെ റിലേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ ലിവിങ് ടുഗദർ സിറ്റുവേഷൻഷിപ്പ്, അങ്ങനെ എല്ലാത്തിലും ഒരു സിറ്റുവേഷൻഷിപ്പ് പോലെയുള്ള ബെസ്റ്റ് സ്കൂളുകൾക്ക് ബെസ്റ്റ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ല. അത്തരത്തിലേക്കുള്ളൊരു
അങ്ങനെ ചിന്താഗതിയായി മാറി ഈ വെസ്റ്റേൺ മൂല്യങ്ങൾ ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ സെക്സ് ഒക്കെ ആണെങ്കിൽ ആരോടും ആവാം, കൺസെന്റ് ഉണ്ടെങ്കിൽ ആരോടും ആവാം എന്നുള്ള ഒരാശയത്തിലേക്കൊക്കെ നമ്മുടെ തലമുറ, ഈ വരുന്ന തലമുറ മാറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മാറ്റിയെടുത്തു, തലമുറ മാറ്റിയെടുത്തു വരും ഇങ്ങനത്തെ ഓരോ TV ഷോസും സീരീസും ഒക്കെ വെച്ചിട്ട്. ഈ ലിബറലിസവും അതേപോലെ ജെൻഡർ ഈക്വാലിറ്റി, ഫെമിനിസം, ഇവരൊക്കെ ഇപ്പൊ ഈ ലിബറലിസം ഒക്കെ അവരുടെ മെയിൻ ആശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ ആണും പെണ്ണും ഈക്വൽ ആണെന്നുള്ളത് അവർക്ക് സ്ഥാപിച്ചെടുക്കണം. ഈ ലിബറൽ വാദികളൊക്കെ കേരളത്തിൽ കൂടുതലായിട്ട് മുന്നോട്ട് വെക്കുന്ന കുറെ ആശയങ്ങളാണ്. ഈ സ്ത്രീയും ആണും പെണ്ണും ഈക്വലാണ്, അവർ ഈക്വലി ട്രീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ, അവർക്കും ഈ അവകാശം വേണം, അത്തരത്തിലുള്ള അതൊക്കെ വെസ്റ്റേൺ എന്നുള്ള ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ടുള്ള തന്നെ ചിന്താഗതി. അപ്പോൾ ഇതിന് നമുക്ക് ഇപ്പോൾ അതിനുള്ള ഖുർആനൊക്കെ അതിന് കൃത്യമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്, അരിജാൽ ഖവാമുന അലൽ നിസാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഖിവാമ എന്നുള്ളൊരു ഇപ്പോൾ അതൊരു പഠനം തന്നെ ഉണ്ട്, ഖിവാമ എന്നുള്ളൊരു ശാഖ. അതെ, ഈ സ്ത്രീകളുടെ മേലും പുരുഷന്മാരെന്താണ് കൈകാര്യകർത്താവാണ്. അത് സ്ത്രീകൾ എന്താണ് കൺസിഡർ ചെയ്യപ്പെടേണ്ടവരാണ്, അഥവാ ഒരു കൊടുക്കേണ്ട എല്ലാ അവകാശവും കൊടുത്ത് പരിഗണന സംരക്ഷിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതെ, അപ്പോൾ ഈ സ്ത്രീകൾക്കുള്ളൊരു സംരക്ഷണമായിട്ട് തന്നെയാണ് പുരുഷന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ തിയററ്റിക്കലായിട്ടൊന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈക്വൽ തിങ്സ് ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി ആൻഡ് ഡിഫറെൻറ്റ് തിങ്സ് ഷുഡ് ബി ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി എന്നുള്ളതാണ്. അപ്പോൾ ഈ ആണും പെണ്ണും ഒരിക്കലും എന്താണ് ഈക്വൽ അല്ല, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുവിനെ എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്ത്രീൻ്റെ അവയവങ്ങൾ വേറെയാണ്, വ്യവഹാരങ്ങൾ വേറെയാണ്, വേദനകൾ വേറെയാണ്. അപ്പോൾ ഒരു സ്ത്രീ ആയിരിക്കുക എന്നുള്ള ഒരിക്കലും ഒരു സ്ട്രഗിൾ ടു ബി എ വിമൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആണിൽ നിന്ന് നേരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് സ്ത്രീ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രിയേഷനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇവർ രണ്ടുപേരും ജോബ് ചെയ്യണം, രണ്ടുപേരും സാലറി എടുക്കണം, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ. ഇത്തരത്തിലുള്ള സ്ത്രീയുടേതായിട്ട് കുറെ ചുമതലകളുണ്ടാവും. അതായത് കുടുംബം പരിപാലിക്കണം, അതായത് മക്കളെ നോക്കണം, ഭർത്താവിനെ നോക്കണം. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ എന്താ സ്ത്രീക്ക് ജോലി എടുക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക, വീണ്ടും ഒരു എക്സ്ട്രാ അവളൊന്നും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ്. അപ്പൊ ഇസ്ലാം അവിടെ എന്താ പറയുന്നുണ്ട്, ആണുങ്ങളാണ് എന്ന് പറയുന്നത് അല്ലേ? അല്ല, ഇസ്ലാം ഒരിക്കലും സ്ത്രീകൾ ജോലിക്ക് പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങുന്നതുകൊണ്ടോ ഒന്നും ഇസ്ലാം അതിനൊന്നും വിലക്കുന്നില്ല. പക്ഷെ നല്ലത് എന്താണ്, സ്ത്രീക്ക് അങ്ങനെ അത് സ്ത്രീയുടെ സംരക്ഷണം നോക്കിയിട്ടാണ്, സ്ത്രീയുടെ സുരക്ഷിതത്വം നോക്കിയിട്ടാണ് ഇസ്ലാം എന്താണത്. ഈ അടുത്ത് ഈ ഹേമ റിപ്പോർട്ട് കമ്മീഷൻ, അതേപോലെ മീറ്റു, ഇതൊക്കെ ഇപ്പോൾ ഈ ബോളിവുഡിലാണെങ്കിലും മോളിവുഡിലാണെങ്കിലും ഇപ്പോൾ ഈ അടുത്ത് വല്ലാതൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയൊരു സംഭവം, രണ്ട് ഇൻസിഡൻസ് തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ നമ്മളിപ്പോൾ ഈ മിസ്റ്റർ ലിങ്ങിനെ പോലുള്ള യൂട്യൂബേഴ്സൊക്കെ പോഡ്കാസ്റ്റിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുന്നേക്കാം, ഈ താരങ്ങൾ പോകുമ്പോൾ ഒപ്പം ഈ എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഒന്ന് കുറച്ചാൽ മതി. ഈ വലിയ ലേഡി സൂപ്പർ സ്റ്റാറൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇനാഗുറൽ പ്രോഗ്രാംസിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതെ, അതെന്ത് ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നത് ഒഴിവാക്കുക. അതുപോലുള്ള ഈ അടുത്ത് താരജോഡികളുടെ സംഘടനയായിരുന്നു അമ്മൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് സ്ത്രീകളൊക്കെ, നടികളായിട്ടുള്ള സ്ത്രീകൾ പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒപ്പം ബോഡി ഗാർഡ്സിനെ വെക്കുക. അപ്പോൾ ഇതിനൊക്കെ 6-ാം നൂറ്റാണ്ടിൽ തന്നെ, അല്ലെങ്കിൽ ഖുർആൻ പറയുന്നുണ്ട് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ആ പഠനങ്ങളാണ് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, മാ ഹക്കുത്തൊരിക്കുക റസൂലുള്ളാഹി ഇസ്ലാമിന്റെ വ്യൂ എന്നുള്ളത് വേറെയാണ്, ഇവര് പറയുന്ന വ്യൂ എന്നുള്ളത് വേറെയാണ്. ഇതിലൊക്കെ മെയിൻ ആയിട്ടുള്ള വെച്ചാൽ നമ്മൾ എപ്പോഴും പറയില്ലേ ഓറഞ്ച് ലിസ്റ്റ് എന്നാണ് സംഭവം. ഇസ്ലാമിന്റെ പുസ്തകങ്ങൾ അവർ പഠിച്ചു, അവരാദ്യം ഇസ്ലാമിന്റെ പുസ്തകങ്ങൾ പഠിച്ചു, പിന്നെ എന്താ അവരുടേതായ ആശയങ്ങളിൽ അതിനെ ചിത്രീകരിച്ചു. ഇപ്പൊ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ വരുമ്പോൾ ഈ ട്രാൻസ്ലേഷൻ സംഭവം എന്താണ്ട് നന്നായിട്ട് ഇതിനെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയോ കണ്ടന്റ്സ് ഒക്കെ ഇപ്പോൾ MIT ഒക്കെ പുതിയ പഠനത്തിൽ ഇപ്പോൾ ChatGPT വരെ ഈ ഇസ്ലാമോഫോബിയോ കണ്ടന്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ലോകം മൊത്തം ഇപ്പോൾ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് അതാണ് അതിന്റെ ഒരു ഹേതു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് മുമ്പ് ഇസ്ലാമോഫോബിയ ഉണ്ട്, പക്ഷെ ലോകം മൊത്തം സ്പ്രെഡായി അല്ലെങ്കിൽ ലോകം മൊത്തം ഒരു മഷൂറാക്കപ്പെട്ട രീതിയിൽ അറിയപ്പെടാനുള്ളൊരു കാരണം എന്താണ്, വേൾഡ് ട്രേഡ് സെന്റർ വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ പറഞ്ഞല്ലോ കുറെ തീവ്രവാദ സംഘടനയെ കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരും, ഈ ISIS പിന്നെ ലഷ്കർ എ തൊയ്ബ. പക്ഷെ ഇവരുടെയൊക്കെ അസ്ഥിലേക്ക് ഇവരൊക്കെ ഇങ്ങനെ ഓരോ ഓർഗനൈസേഷൻ തുറക്കുന്നതിന് പോകുമ്പോൾ മനസ്സിലാണെന്ന് വെച്ചാൽ ഇതൊന്നും മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ ആളുകളില്ല, അത് മുസ്ലിം നാമധാരികളായിട്ടുള്ള മറ്റു ആളുകളാണ് എന്താണ് ഇസ്ലാമിനെ കരിവരുത്തേക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണെന്നുള്ളതാണ്.
അപ്പൊ എന്ത് സംഭവം ഇപ്പോ എന്തെങ്കിലും ഇസ്ലാമിൽ നിന്ന് തീവ്രവാദം എന്ന സംഭവം നടന്നു കഴിഞ്ഞാൽ അവിടെ അത് ഏറ്റെടുക്കാൻ ലഷ്കർ തൊയ്ബ അല്ലെങ്കിൽ ISIS മുന്നിട്ട് ഇത് ഇപ്പൊ കുറച്ച് താടി നീട്ടി വളർത്തിയിട്ട് അല്ലെങ്കിൽ കമീസൊക്കെ തലപ്പാവിട്ട് കഴിഞ്ഞാൽ ഒരു തീവ്രവാദിയായി അങ്ങനെ പോർട്രേ ചെയ്യുന്ന ഒരു കാലം. അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്സ് ഇൻഡക്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ സർവകലാശാലയിൽ നടന്ന ഒരു ആവിഷ്കാരത്തിന്റെ ഒരു കോസ്റ്റ്യൂം നമുക്കറിയാം, ഒരു നീളം കമീസ്, താടി, തലപ്പാവ്. അപ്പൊ ഇവരൊക്കെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിനെ മൊത്തത്തിലൊരു ടെററിസ്റ്റ് ആയിട്ട് പോർട്രേ ചെയ്യുക, അങ്ങനെ സമൂഹത്തിലേക്ക് ആ ഒരു മെസ്സേജ് ഒരു കൺവേ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. അതുപോലെ കേരളത്തിലുള്ള വിവാദപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ റൂട്ട് സ്കെച്ച് വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, റൂട്ട് മാപ്പ് വരയ്ക്കുന്ന സമയത്ത് ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള വെഹിക്കിളിന്റെ പേരിൽ പോലും മാഷാ അല്ലാഹ് എന്ന് പോർട്രേ ചെയ്യുക ഓലെ പ്രേരിപ്പിച്ച ഒരു ഇസ്ലാം ഫോബിയ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അത് ലോകം മൊത്തം എല്ലാ മാധ്യമങ്ങളിലൂടെയും ഒരു പ്രചരിപ്പിക്കുകയാണ്. ഇപ്പോ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ട്, അതായത് ഇപ്പൊ ഫലസ്തീൻ ഇസ്രായേൽ നമ്മൾ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മൾ ഈ കേരളത്തിൽ എന്താണ് മൊത്തത്തിൽ അത് ഏറ്റവും ഹെഡ്ലൈൻ ആയിട്ട് എന്ത് മതത്തിന് എന്താണ് ധർമ്മസ്ഥല പ്രശ്നമാണെങ്കിലും എന്ത് പറഞ്ഞാലും ഏറ്റവും ഹെഡ്ലൈൻ ആയിട്ട് സംഭവം കൊണ്ടുവരും. പക്ഷെ നോർത്തേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തില്ല, ഇങ്ങനെ അവിടെ ഏത് മതമാണുള്ളത് ആ മതത്തിന് ഇപ്പൊ പ്രത്യേകിച്ച് ബി ജെ പി ഗവൺമെന്റിന്റെ വാർത്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഹെഡ്ലൈൻ ആയിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ ഏതെങ്കിലും മൂലൊക്കെ ഇരിക്കുന്നുണ്ട്, ഏതെങ്കിലും മൂലയിൽ ചെറുതായിട്ട് ഇത് കൊടുത്താൽ കൊടുത്തു. നമ്മൾ മൊത്തത്തിൽ എല്ലാത്തിനും ഇപ്പോൾ അവിടെ ഗാസയിലൊക്കെ പട്ടിണി എടുത്തിട്ട് 113 ആളുകൾ മരിച്ചു എന്നുള്ളതാണ് ഈ അടുത്ത വിഷമകരമായ വാർത്തകളാണ് അതൊക്കെ. ഇതിന്റെ പിന്നിലുള്ള ഒരു പൊളിറ്റിക്കൽ ഗെയിമിനെ പറ്റി നമുക്ക് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കേരളം ഇടതുപക്ഷത്തെ സംസാരിക്കുന്നത് നിർത്തുക അല്ലെങ്കിൽ അതിനെ വഴിതിരിച്ചു വിടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലുപരി ഇതിന്റെ പിന്നിലൊരു ആന്റി മുസ്ലിം പ്രൊപ്പഗണ്ട നടന്നിട്ടുണ്ട്. ഇപ്പോൾ ശിവൻകുട്ടി, ഇപ്പോൾ ജിഫ്രി തങ്ങളൊരു പ്രസ്താവന ഉണ്ടായിരുന്നു, വളരെ മാന്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രമേയങ്ങൾ കൊണ്ടുവരുന്നതിലും അല്ലെങ്കിൽ സമയമാറ്റത്തിനൊക്കെ അനുബന്ധിച്ചൊക്കെ മാറ്റം പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന ഉണ്ടായത്. അതിന് വളരെ ഹാർഷായിട്ടുള്ള രീതിയിലാണ് ശിവൻകുട്ടിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഉള്ള മീഡിയാസ് പുറത്തുവിടുമ്പോൾ ഇപ്പത്തിലുള്ള ഈ ജൻസിയിലുള്ള ലിബറൽവാദികളോ അല്ലെങ്കിൽ മോഡേൺ ആശയങ്ങളൊക്കെ പേര് നടക്കുന്ന ആൾക്കാർ അവരുടെ ഈ ഇടതുപക്ഷത്തെ അവർക്ക് തീർച്ചയായിട്ടും ഒരു ചായ്വ് ഇടതുപക്ഷത്തോട് ഉണ്ടാവും എന്നുള്ളതാണ്. ഇസ്ലാം ഒരു പഴഞ്ചനായിട്ട് ചിത്രീകരിക്കുകയും ഇടതുപക്ഷത്തെ ഒരു മോഡേൺ ആയിട്ടുള്ളതായിട്ട് അവർ ചിത്രീകരിക്കുകയും ചെയ്യും. ഈ പഴയതെല്ലാം പ്രാകൃതമാണ് എന്നുള്ള ഒരു നിലപാട് ഏറ്റവും പ്രാകൃതം ഇപ്പോൾ ലിബറലിസം ആവണം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനൊക്കെ എത്രത്തോളം ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ സൂംബ ഡാൻസ് ഒക്കെ പ്രഖ്യാപിക്കുന്ന ഈ ലഹരി വിരുദ്ധ ദിനത്തിന്റെ അന്നാണ് ഈ സർക്കാർ സൂംബ ഡാൻസ് എന്നുള്ള പ്രമേയം കൊണ്ടുവരുന്നത്. അപ്പോൾ അന്ന് അവരുടെ ഒരു നവോത്ഥാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബെവ്കോ ആപ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലഹരി വിരുദ്ധതയാണ് അവരുടെ ലക്ഷ്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ ബെവ്കോ ആപ്പിനുള്ളൊരു പെർമിഷൻ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ 1-ാം തീയതി ഡ്രൈ ഡേ ആണ്, അതുവരെ എടുത്തു മാറ്റി, എന്നിട്ടാണ് സൂപ്പർ ഡാൻസ് കൊണ്ടുവരുന്നത്. അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ആരോഗ്യമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താരോഗ്യം, അതായത് മൊത്തമായിട്ടുള്ള ഒരു അജണ്ട ഇസ്ലാം മദ്രസകളെ ഒന്നുകൂടി ബാധിക്കുന്ന രീതിയിലാണല്ലേ. അതായത് സമയ വ്യത്യാസം കൊടുന്നു, കൂടുതൽ പഠിക്കാൻ കുട്ടികൾ ഇസ്ലാമിനെതിരായിട്ടുള്ള പല പ്രവർത്തനം വരുമ്പോൾ ഈ ലിബറൽ അല്ലെങ്കിൽ വെസ്റ്റേൺ ആശയങ്ങളുള്ളവരുടെ ഒരു സപ്പോർട്ട് കൂടി ഇവർക്ക് അഡ്വാൻറ്റേജ് ആണെന്നുള്ളത്. അവർക്ക് അടുത്ത ഇലക്ഷനിൽ എന്താവും, ഇവരൊക്കെ നമ്മളെങ്ങനെ ഇതിനൊക്കെ സമീപിക്കേണ്ടത് എന്നുള്ളത് വെച്ച് കഴിഞ്ഞപ്പോൾ മൃദാന്ന് പറയണ്ട അലസ്നാബിൽ ഹക്കി വലക്കും ഫിൽ ബാത്തിലി ദെൻ വൈ വി കോംപ്രമൈസ് അവർ ഓൺ റിലീജിയൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ നമ്മളെ ഭാഗത്താണ് ശരി, ഓരോ ഭാഗത്താണ് തെറ്റി, പിന്നെ നമ്മളെന്തിനാണ് നമ്മളെ ഭാഗത്തിന് കോംപ്രമൈസ് ചെയ്യുന്നത് എന്നുള്ളൊരു നിലപാടാണ്. യങ്സ്റ്റേഴ്സിന് എന്താവുക, അവരെ ഇതിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു യൂത്ത് എന്നുള്ളതാണ് ഈ CPM-ന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. പക്ഷെ ഇപ്പോഴത്തെ യൂത്തുകാരെന്താണ്ട് CPM-നെതിരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊന്നുകൂടെ എന്താ ഈ ഒരു പ്രമേയത്തിനെ തുടർന്ന് എന്ത് ചെയ്യും, ഈ കേരളത്തിലുള്ള സ്കൂളുകളിൽ ഉണ്ടാവണ ഈ ജെൻഡർ ഈക്വാലിറ്റി, ജെൻഡർ ന്യൂട്രാലിറ്റി ഒന്നുകൂടി വർദ്ധിക്കും എന്നുള്ളതാണ്. അല്ലെ, ആണും പെണ്ണും കൈ പിടിച്ചിട്ട് ഡാൻസ് ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ വിഷയം സ്ത്രീ സുരക്ഷ എന്നുള്ളതാണ്. അത് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ കൂടുതലായിട്ട് ഇവരുടെ ഇന്റിമേറ്റ് കലർന്ന് ജീവിക്കുമ്പോൾ ലൈംഗികമായിട്ടുള്ള അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്താവും, സാധാരണയായിട്ട് മാറും. പിന്നെ എപ്പോഴും തൊടാം, അപ്പൊ എന്തും ചെയ്യാന്നുള്ളൊരു ചിന്തയിൽ കുട്ടികളെ വളർത്തി കൊണ്ടുവരാൻ ഈ സംഭവം എന്താവും കാരണമാവും.
അവിടെയൊക്കെയാണ് ഇസ്ലാം എന്താണത് സ്ത്രീകളെ അവരുടെ ഇസ്ലാമിന്റെ ഏറ്റവും പവിത്രമായിട്ടുള്ള അമ്മാണ് പള്ളി എന്നുള്ളത്. ഈ പള്ളിയിലേക്ക് പോലും എന്താ സ്ത്രീ പോകല് ഇസ്ലാം എന്താകുന്നില്ല. ഫിത്തിനെ ഭയക്കുന്ന സമയങ്ങളിൽ ഫിത്തിന ഉണ്ടാകുന്ന സമയത്ത് പള്ളിയിലേക്ക് പോകുന്ന ഇസ്ലാം എന്താകുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവിടെയാണ് ഇസ്ലാമിന്റെ പാഠങ്ങൾ എന്താണത് വളരെ പ്രസക്തി ആർജിക്കുന്നതും ശക്തവുമായിട്ടുള്ള രീതിയിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് എന്താണത് ഇസ്ലാമിന്റെ പ്രണയം എന്ന് പറയുന്ന സംഭവത്തിന് ഡെഫിനേഷൻ ഉണ്ട് ഇസ്ലാം. അപ്പൊ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ അതിന് വെറും വാക്കുകൾ പറയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ചെറുപ്പത്തിലാണ് എന്താണ് പ്രവാചകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് പ്രവാചകൻ എന്താണ് ആയിഷ ബീവിയോടൊപ്പം കളിക്കുന്നുണ്ട്, ഓട്ട മത്സരം കളിക്കുന്നുണ്ട്. അതിൽ പ്രവാചകൻ എന്താണ് തോറ്റു കൊടുക്കുന്നുണ്ട്, ആയിഷ ബീവിക്ക് വേണ്ടി തോറ്റു കൊടുക്കുന്നുണ്ട്. പിന്നെ ഹദീജ ബീവിയുമായിട്ടുള്ള ബന്ധം റിലേഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഖദീജ ബീവി ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകൻ വേറൊരാളെ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പൊ ഖദീജ ബീവിയോടുള്ള ഒരു സ്നേഹമാണ്. പിന്നെ ഖദീജ ബീവി വഫാത്തായതിനു ശേഷവും ഇപ്പൊ എന്താണ്ട് ആയിഷ ബീവിന്റെ കാര്യം പറയുന്നുണ്ട്. അതായത് എപ്പോഴും ഖദീജ ബീവിയുടെ ആണ്ടിന്റെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താവും ഖദീജ ബീവിക്ക് വേണ്ടിയിട്ട് ഈ ആടുമായിട്ട് ആ സംഭവത്തെ അറുത്തിട്ട് ഖദീജ ബീവിയുടെ കൂട്ടുകാരത്തേക്ക് കൊടുക്കാണ്ടെന്നുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളും ഖദീജ ബീവി നബി എന്താണ് ഈ പ്രണയം എന്നുള്ള ജീവിച്ച് കാണിച്ചു തരുന്നു. ഇപ്പോ ഒരു ഹദീസ് പറയുന്നുണ്ട്, എന്ത് ആയിഷ ബീവിയുടെ മുമ്പിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഖദീജ എന്ന് വെച്ചാൽ പറയുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് ആയിഷ ബീവി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു, എന്റെ പ്രവാചകനെ ഖദീജ അല്ലാതെ വേറൊരു സ്ത്രീയും ഈ ലോകത്തില്ലേ എന്ന് പ്രവാചകനെ ചോദിക്കുന്നു. അപ്പൊ പ്രവാചകൻ പറയുന്നുണ്ട് എന്ത്, അപ്പൊ ആ ഒരു ഉത്തരത്തിൽ നിന്ന് മനസ്സിലാവും ഖദീജയും പ്രവാചകനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് മനസ്സിലാവും. കാരണം എല്ലാവരും എൻ്റെ സമൂഹം വരെ എൻ്റെ ഒരു കുടുംബം വരെ എന്നെ പുറത്താക്കുന്ന സമയത്ത് ഒന്നുമില്ലാത്ത എനിക്ക് എല്ലാമായി വന്നവളാണ് എൻ്റെ ഖദീജ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ അവിടെ പറയുന്നുണ്ട്. അതിലിപ്പോ ആയിഷ ബീവിനെ വളരെ രസകരമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഖദീജയേക്കാൾ ഹൈറായതൊന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല ആയിഷ, ഖദീജയേക്കാൾ ഹൈറായിട്ട് എനിക്കൊന്നും ലഭിച്ചിട്ടില്ല എന്നൊക്കെ പ്രവാചകൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധം ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ഇസ്ലാം എത്രത്തോളം ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ അലി റളിയല്ലാഹുവിന്റെ ഒക്കെ പറയാറുണ്ട്, ഇപ്പോ 500 കിലോ ഭാരമുള്ള ഒറ്റ കൈ കൊണ്ട് പൊക്കിയിട്ടാണ് യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫാത്തിമ ബീവിന്റെ വഫാത്ത് എടുക്കാൻ ബലഹീനത നമുക്ക് എന്ത് ചെയ്യാം, സ്നേഹം എന്നൊക്കെ വിളിക്കാം. ഇത്രയും വലിയൊരു കൺസിഡറേഷൻ ആണ് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നത്. എങ്ങനെയാണ് ഇസ്ലാം ട്രീറ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊന്നും പഠിക്കാതെ ഇസ്ലാമിനെ കുറിച്ച് പറയുക അല്ലെങ്കിൽ ഇസ്ലാമിനെ പറ്റി ചർച്ച ചെയ്യുക, അതൊക്കെ തന്നെയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു വിപത്തുകൾ സൃഷ്ടിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇബ്നു ഖൽദൂൻ പറഞ്ഞ പോലെ ഹിസ്റ്ററി എന്താണ് വളച്ചൊടിക്കപ്പെട്ടിരുന്നതാണ്. മൊത്തത്തിൽ ഹിസ്റ്ററിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഓറഞ്ച് ലിസ്റ്റിൽ ശ്രമിച്ചിട്ടുള്ളത്, ഓറഞ്ച് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് എന്താണ് ഇസ്ലാമിൻ്റെ ഒരു പഠനങ്ങൾ വളരെ പ്രശസ്തി ആർജിച്ച് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പള്ളികൾക്ക് എന്താണ് വളരെ വലിയ വില നൽകുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടേക്ക് ഈ ഫിത്തിന എന്ന് പറയുന്ന ഫിത്തിന ഫസാദ് പോലെ നമ്മൾ ഭയപ്പെടുകയാണെങ്കിൽ സ്ത്രീകളെ പള്ളിക്ക് വിടരുത് എന്നാണ് എന്താണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പഠനങ്ങൾക്ക് വെച്ചിട്ട് ഇസ്ലാം എന്താകുന്നുണ്ട് സ്ത്രീകൾക്ക് അത് നൽകേണ്ടതായിട്ടുള്ള സംരക്ഷണം ഇസ്ലാം അവർക്ക് എന്താവില്ല, അവരുടെ അവകാശങ്ങൾ തടഞ്ഞു വെക്കുന്നതല്ല, അത് അവരെ പർദ്ദയിടാൻ അല്ലെങ്കിൽ ഹിജാബ് ഇട്ടുകൊണ്ട് അവരെ അവകാശങ്ങൾ തടഞ്ഞു വെക്കല്ല, മറിച്ച് അവർക്ക് അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ ചെയ്യുന്നത് അവരെ സംരക്ഷിക്കുക, മറ്റുള്ള എല്ലാ ശത്രുക്കളും ഒന്നും എന്താവുക അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മോഡേണൈസേഷനും വെസ്റ്റേണൈസേഷനും ഒക്കെ ലിബറലിസം ഒക്കെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പഠനങ്ങൾ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളൊക്കെ എന്താണ്ട് വളരെ പ്രശസ്തമായിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിനോട് ചേർന്നിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പറയുകയാണെങ്കിൽ സ്ത്രീയുടെ പള്ളിപ്രവേശനം പോലത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചു. അപ്പോൾ ഇതുപോലെ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെ മേലിൽ ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെല്ലാവരും എന്താവുക ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.